ഹായ് ഹലോ ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും ഇഷ്ടമാത്ര സീരിയലിൽ ഇന്നത്തെ നല്ലൊരു എപ്പിസോഡിന്റെ റിവ്യൂയിലേക്ക് തന്നെ സ്വാഗതം കേട്ടോ. അങ്ങനെ ഇഷിത എടുത്ത് നമ്മുടെ മാഷി പറയണ്ട, മോളെ നിന്റെ അമ്മയെ നിന്നെയും അഷിതേവിനെയും പ്രഗ്നന്റ് ആയിരിക്കുന്ന സമയത്തെ ഞാൻ അവളെ അനങ്ങാൻ പോലും കൊടുത്തിട്ടില്ല. ലീവ് എടുത്ത് വീട്ടിലിരിക്കണമായിരുന്നു. ഓഹോ, അപ്പൊ അച്ഛനൊക്കെ പറയണത് മഹേഷ് ലീവ് എടുത്ത് എന്റെ കാര്യങ്ങൾ നോക്കണോന്നാണോ? മഹേഷിന് അങ്ങനെ ചെയ്യാൻ പറ്റില്ല. മഹേഷ് ഒരു ബിസിനസ്സുകാരനാണല്ലോ. ഞാനൊരു പാവൻ ടീച്ചറായിരുന്നില്ലേ? എനിക്ക് ഉച്ച കഴിഞ്ഞിട്ട് ക്ലാസ്സിലെ പീരീഡ് കഴിഞ്ഞിട്ട് പ്രിയാമണിനെ നോക്കായിരുന്നു. ഞാൻ പറഞ്ഞു വരുന്നത് വേറൊന്നുമല്ല, ഈ സമയം നമ്മൾ നന്നായിട്ട് ശ്രദ്ധിക്കണം മോളെ എന്ന് പറയാണ്. ഓ എന്റെ അച്ഛാ, ഞാനിപ്പോ എന്താ ചെയ്യേണ്ടത്? എന്നെ അവിടെ വന്ന് നിക്കണോ? വേണ്ടുവന്ന് ചിലപ്പോ എന്നെ അവിടെ കൊണ്ടുപോകൂ. പ്രിയാമണി നോക്കണ പോലെ സ്വപ്നത്തിനെ നോക്കാൻ പറ്റുമോ? അപ്പൊ അച്ഛനെ ഈ കാര്യത്തിൽ പോസിറ്റീവ്നെസ് ഒക്കെ തുടങ്ങിയല്ലേ എന്ന് പറയുമ്പോഴേക്കും മാഷി ഇങ്ങനെ ചിരിക്കുകയാണ്. അശ്വത പറഞ്ഞിട്ട്, മോളെ അച്ഛൻ പറഞ്ഞത് നീ തള്ളിക്കളരുത്, നന്നായിട്ട് സൂക്ഷിക്കേണ്ട സമയമാണ്, അതുകൊണ്ടാണ് സൂക്ഷിക്കണമെന്ന് പറഞ്ഞത്. 3 മാസം നന്നായിട്ട് കെയർ ചെയ്യണം മോളെ. എനിക്കറിയാം ചേച്ചി. അല്ല, നീ ഏത് ഹോസ്പിറ്റലാണ് കാണിക്കണത്? ഓ അത് ചിലപ്പോ നിന്റെ ഹോസ്പിറ്റൽ തന്നെ ആയിരിക്കും അല്ലെ? സത്യമല്ല ചേച്ചി, അതിനെക്കുറിച്ച് ഒന്നും ഞാനും മഹേഷും ആലോചിച്ചിട്ടില്ല. ഇനി വേണം ആലോചിച്ച് തുടങ്ങാനായിട്ട്. എന്റെ ഹോസ്പിറ്റലിൽ കാണിക്കണമെന്ന് എനിക്ക് നിർബന്ധമൊന്നുമില്ല ചേച്ചി. ഏത് ഹോസ്പിറ്റലിൽ കാണിച്ചാലും കുഴപ്പമൊന്നുമില്ല എന്ന് പറയാണ്. നല്ലൊരു ഹോസ്പിറ്റൽ തന്നെ നോക്കി തിരഞ്ഞെടുക്ക്. നിന്റെ ഹോസ്പിറ്റലാകുമ്പോൾ നിനക്ക് പരിചയമുള്ളവർ തന്നെയാണല്ലോ. നോക്കട്ടെ. എന്തായാലും മഹേഷിന്റെ അടുത്ത് അതിനെക്കുറിച്ച് സംസാരിച്ച് ഒരു തീരുമാനത്തിലെത്തണം. മാഷി പറഞ്ഞിട്ട് എത്രയും പെട്ടെന്ന് തന്നെ വേണം. ഒരു ഡോക്ടറിന്റെ നിർദ്ദേശങ്ങൾ എത്രയും പെട്ടെന്ന് കിട്ടുന്ന സമയമാണിത്. എത്രയും അത്യാവശ്യമായിട്ടുള്ള സമയമാണ്. അപ്പൊ അതൊക്കെ എത്രയും പെട്ടെന്ന് ചെയ്യണം. ചെയ്യാച്ച. എന്നാ ശരി മോളെ, ഞങ്ങൾ ഇറങ്ങട്ടെ. പ്രിയാമണി നിനക്കുള്ള എന്തോ പലഹാരങ്ങളൊക്കെ ഉണ്ടായിക്കൊണ്ടിരിക്കുക. മോളെ കാണാൻ അയാളുടെ കൂടെ വന്നാൽ മതി എന്ന് അയാൾ പറഞ്ഞു. പക്ഷെ ഞാൻ അശ്വിതയുടെ കൂടെ വന്നതാ, നിന്നെ ഒന്നും കൂടി കാണാനായിട്ട്. ഈ അച്ഛന്റെ ഒരു കാര്യം. ശരി മോളെ, എന്നാ പോയിട്ട് വരാം എന്ന് പറഞ്ഞിട്ട് അശ്വിതയും നമ്മുടെ മാഷും കൂടെ അവിടെ ഇറങ്ങുവാട്ടോ. അശ്വിത പറയണ്ട, ചേച്ചി എത്രയും പെട്ടെന്ന് സ്കൂളിൽ പോയിക്കോ, അതേ സമയം ഒത്തിരി ആയിട്ടോ എന്ന് പറയാണ്. അങ്ങനെ അവരവിടെ നിന്ന് ഇറങ്ങുവാട്ടോ. ഇഷിതയാണെങ്കിൽ കോള് ഹോസ്പിറ്റലിലേക്ക് 2-3 കോള് വിളിക്കാൻ വേണ്ടി തുടങ്ങുവാണ്. ആ സമയമാണെന്നുണ്ടെങ്കിൽ നമ്മുടെ അഷിതയും ആ മാഷും കൂടി പോണ സമയത്ത് മഞ്ജിമ മുമ്പിൽ തന്നെ ഇരിക്കുന്നുണ്ടാവട്ടെ. മഞ്ജിമ എടുത്ത് ചോദിക്കുന്നുണ്ട്, മാഷെ മോളെ രാമനാഥൻ വന്നില്ലേ എന്ന് ചോദിക്കുമ്പോഴേക്കും മഞ്ജിമ പറയണ്ട്, അച്ഛൻ വന്നെങ്കിലേ റൂം അടച്ച് അകത്തിരിക്കൊന്നുമില്ല എന്ന് പറഞ്ഞിട്ട് പൊട്ടിത്തെറിക്കാണ്. അത് കേട്ട് അഷിത ചോദിക്കണ്ടേ, നീ എന്തിനാ പൊട്ടിത്തെറിക്കണത്? അച്ഛൻ ചോദിച്ചത് ഇവിടുത്തെ അച്ഛൻ വന്നില്ലേന്നല്ലേ? അതന്നെയാ ഞാൻ പറഞ്ഞത്. അച്ഛൻ വന്നിട്ടുണ്ടെങ്കിലേ റൂമിന്റെ ഉള്ളിൽ ഇരിക്കൊന്നുമില്ല. മാഷ് വന്നെന്ന് പറഞ്ഞ അപ്പൊ തന്നെ ഓടി പോലെ മാഷിന്റെ കൂടെ. ഇവിടെ അച്ഛനൊന്നും വന്നിട്ടില്ല എന്ന് പറയാണതേ. മര്യാദക്ക് സംസാരിക്കണം. എന്റെ അനിയത്തി പ്രഗ്നന്റ് ആയത് നിനക്ക് പിടിച്ചില്ലല്ലേ? എടി, അവള് പ്രഗ്നന്റ് ആയാലും ഇല്ലെങ്കിലും എനിക്ക് എന്താടി? നീ ഇവിടുത്തെ ഒരാളെ പോലെ അല്ല മോളെ സംസാരിക്കണത് എന്ന് മാഷ് ചോദിക്കുമ്പോ, അതെ നിങ്ങളുടെ മോള് വന്നേ പിന്നെ എങ്ങനെയായത്? അവളുടെ ഒരു സംസാരവും പറച്ചിലും, ഇതൊക്കെ നിങ്ങളുടെ പറച്ചിലും അവളുടെ സംസാരം കേട്ടത് വേറെ ആരും പ്രഗ്നന്റ് ആയിട്ടേ ഇല്ലെന്ന്. എന്താണ് അവൾക്കുള്ളൊരു പരിഗണന കൊടുക്കല്? അകത്രയ്ക്ക് ഇതങ്ങ് നിങ്ങൾക്ക് നിങ്ങളുടെ വീട്ടിൽ കൊണ്ടു നിർത്തിക്കൂടെ നിങ്ങളുടെ മോളെ എന്ന് പറയാണ്. അഷിത പറഞ്ഞു, കൊണ്ടേ നിർത്തോടി, അവൾക്ക് താല്പര്യമുണ്ടെങ്കിൽ ഞങ്ങൾ കൊണ്ടു നിർത്തും, ഞങ്ങൾക്ക് ഒരു കുഴപ്പമില്ല. നിന്റെ സ്വഭാവം ഇത് ഇങ്ങനെ ആയതുകൊണ്ടാണ് നീ ഇവിടെ ഇരുന്നു പോയത് എന്ന് പറയുമ്പോഴേക്കും അഷിത വേണ്ട എന്ന് മാഷി പറയണം. അച്ഛാ പറയണ, അച്ഛാ പറയേണ്ട മറുപടി പറയേണ്ട സമയത്ത് തന്നെ പറയണം. മഞ്ജിമ പറയണ്ട, പിന്നെ ഇവളുടെ നാം ഇവിടെ മാത്രമല്ലേ പൊങ്ങോളൂ. ഇവളുടെ അമ്മായിമ്മയുടെ മുമ്പിൽ ഇവൾ ഓക്കാനിച്ച് നിൽക്കല്ലേ? എടി, ഇതുപോലെ നിന്റെ അമ്മായിമ്മയുടെ മുമ്പിൽ നിനക്ക് നാക്കെടുക്കാൻ പറ്റോടി? ഇല്ലല്ലോ. അമ്മായിമ്മ അപ്പൊ തന്നെ നിന്റെ ചൂടെടുത്ത് പുറത്താക്കില്ലേ? ഇവിടെ നീ ഒന്നും പറയാത്തതിന്റെ കാരണം നിനക്ക് ഇവിടെ മാത്രമല്ല നാവുള്ളൂ എന്നൊക്കെ പറയാണ്. എടി, നിനക്ക് ഇതിന്റെ മറുപടി ഞാൻ മുഖം കൊടുത്ത് അടിച്ചാ തരുന്നത്, എന്നാ അടിക്കടി, നീ എന്നെ അടിക്കടി എന്ന് മഞ്ജിമ പറയുമ്പോ, അതെ നിന്റെ വീടായി പോയത്, അതുകൊണ്ട് ഞാൻ നിന്നെ അടിക്കില്ലെന്ന് നിനക്ക് നന്നായിട്ട് അറിയാം. നീ ഒരു കാര്യം ചെയ്യ്, പുറത്തേക്ക് വാ, അപ്പ കാണിച്ചില്ല നിന്നെ അടിക്കോ ഇല്ലയോ എന്നൊക്കെ. അവളിവിടെ നിന്നുപോയി. എന്റെ അനിയത്തി സൂഹിക്കണത് അവൾക്ക് പിടിക്കുന്നില്ല. നിന്റെ അനിയത്തി എന്ത് സൂഹിക്കണമെന്ന് പറയണത്? അവളുടെയൊക്കെ നേരത്തെ മുൻകൂട്ടി കണ്ട ചിപ്പിമോളെ വലയിലാക്കിയത്. മഹേഷിനെ മുന്നിൽ കണ്ടു തന്നെയാ അവളെ ചിപ്പിമോളെ വലയിലാക്കിയത്. മഹേഷിന് 2ാം കെട്ടായി പോയി. അല്ലെങ്കിൽ ഒരിക്കലും ഇഷിതനെ പോലത്തൊരുത്തി ഞങ്ങൾ ഈ വീട്ടിൽ കേട്ടില്ലായിരുന്നു. അവളുടെ 2ാം കെട്ട് തന്നെ അല്ലേടി അത് പറയുമ്പോഴേക്കും, അതെ 2ാം കെട്ട് തന്നെയാ, അതുകൊണ്ടാ മഹേഷിന് വിവാഹം കഴിച്ചല്ലോ. അല്ലാന്നുണ്ടെങ്കിൽ മഹേഷിന് വിവാഹം കഴിക്കേണ്ട ഒരു കാര്യം എന്റെ അനിയത്തിക്കില്ല. കാരണം എന്റെ അനിയത്തി നല്ല രീതിയിൽ തന്നെ നല്ല ജോലി എടുത്ത് നല്ല സമ്പാദിച്ച് നല്ല ഡോക്ടറും CMO ഒക്കെയാണ് അവള്. അപ്പൊ നീ എന്താ പറഞ്ഞത്? എന്റെ അനിയൻ ചെറുതാണെന്നാണോ? അങ്ങനെയല്ല പറഞ്ഞത്. മഞ്ജുമുക്കിന് അങ്ങനെ വളച്ചൊടിക്കാനാണ് ഇഷ്ടമെന്ന് അങ്ങനെ ചെയ്തോ എന്ന് പറയാണ്. അങ്ങനെ രണ്ടുപേരും തമ്മിൽ വാക്കുതർക്കം ഉണ്ടാവാട്ടെ. മഞ്ജുമ പറയണ്ടോ, ഞാൻ ഇങ്ങനെ ഇവിടെ നിൽക്കാൻ കാരണം നീയും നിന്റെ അനിയത്തിയാടി. കൈലാസേട്ടൻ പാവം ഒരു ആശ്രമം തുടങ്ങിയപ്പോ ആശ്രമം വെച്ചു പുലർത്താൻ പോലും നിങ്ങൾ സമ്മതിച്ചില്ലല്ലോ. നീയും നിന്റെ അനിയത്തിയും കൂടിയല്ലേ ആ ആശ്രമം പൂട്ടിപ്പിച്ചത്? അതേടി, കൈലാസിനെ പോലത്തെ നാണം കിട്ടവർക്ക് പറഞ്ഞതല്ലേടി ആശ്രമവും ജോലിയൊക്കെ. നീ ഇട്ടേച്ച് പോടി, നീയെ പുറത്തേക്ക് വാ, അതിന് ഞാൻ വെച്ചിട്ടുണ്ട് എന്നൊക്കെ പറയാണ്. അശു മതി, വാ വാ പോകാം എന്ന് പറഞ്ഞിട്ട് അശ്വിതനെ വിളിച്ചിട്ട് മാഷ് ഒന്ന് പോവാട്ടോ. പഞ്ചുമക്കളക്ക് ദേഷ്യം വരണോ? അവരെന്റെ മുമ്പില് സംസാരിക്കാൻ തുടങ്ങി. ഇതിനേക്ക് മറുപടി പറയേണ്ടത് അവളുടെ അടുത്താ, ഇവരുടെ അനിയത്തിയുടെ അടുത്ത് എന്ന് പറഞ്ഞിട്ട് മഞ്ജുമ വേഗം തന്നെ ഇഷിതയുടെ റൂമിലേക്ക് വാതിൽ തുറന്ന് അവിടെ കേറുവാട്ടോ. ഇഷിത ഫോൺ ചെയ്തുകൊണ്ടിരിക്കുകയായിരിക്കും. എന്താ മഞ്ജുമ ചേച്ചി? നിന്റെ ചേച്ചിയെ എന്നെ വെല്ലുവിളിച്ചിരിക്കുക. അവര് പറയാ നീ എന്റെ അനിയനെക്കാളും മുകളിൽ എന്തോ ആണെന്ന്, നീ എന്തോ വലിയ സംഭവമാണെന്ന്. അവരുടെ അഹങ്കാരവും നിന്റെ ഒരു പറച്ചിലൊക്കെ കേട്ടാലേ വേറെ ആർക്കും ഒന്നും ഇല്ലാത്ത പോലെയാണല്ലോ
നിങ്ങളുടെ സംസാരമൊക്കെ. നിന്റെ ഉപദേശം ഇന്നലെ, അയ്യോ പെണ്ണ് 2-3 പ്രസവിച്ചിട്ട പോലെയല്ല നിന്റെ ഉപദേശം ഇന്നലെ. പെണ്ണ് പൂർണ്ണതയിൽ എത്തുന്ന പ്രസവം കൊണ്ട് മാത്രമല്ലെന്ന്. എന്തോ അവളുടെ ഒരു സംസാരം എപ്പോഴും വായിട്ട് സംസാരിക്കാൻ മാത്രമേ നീ കൊള്ളുള്ളൂ എന്തൊക്കെയാ പറയണം. മഞ്ജു ചേച്ചി വെറുതെ എന്തിനാ വഴക്കുണ്ടാക്കുന്നത്? അശിതേശി എന്തിനും പറഞ്ഞിട്ടുണ്ടെങ്കിൽ മഞ്ജു ചേച്ചി എന്തിനും പറഞ്ഞിട്ടായിരിക്കും അശിതേശി തിരിച്ചു മറുപടി വേണ്ടിണ്ടാവുക. ആടി അതിന് നീ എന്നെ തന്നെ കുറ്റപ്പെടുത്തിക്കോ, അല്ലെങ്കിൽ നിനക്ക് ചോറ് ഇവിടെ കൂറ് അങ്ങോട്ടും ആണല്ലോ. നിന്റെ ഈ അഹങ്കാരത്തിന് തിരിച്ചടി കിട്ടോടി. നോക്കിക്കേ, ഗർഭിണിയായ പെണ്ണുങ്ങളെന്നേ പ്രസവിച്ചിട്ടില്ല എന്ന് പറയാണ്. അത് കേൾക്കുമ്പോഴേക്കും ഇഷിത നെട്ടുവാട്ടോ. ഇഷിതയുടെ കണ്ണുകൾ നിറയുന്നുണ്ട്. എന്താ ചേച്ചി പറഞ്ഞത്? അതെ, ഞാൻ പറഞ്ഞതിന്റെ അർത്ഥം നിനക്ക് മനസ്സിലായില്ലേ? അതാ ഞാൻ ചോദിച്ചത്, ചേച്ചി പറഞ്ഞതിന്റെ അർത്ഥം എന്താണെന്ന്. അതെടി, ഞാൻ പറഞ്ഞ അർത്ഥം അത് തന്നെയാ. എല്ലാ പെണ്ണുങ്ങളും പ്രസവിക്കും, പക്ഷെ എല്ലാ പെണ്ണുങ്ങളും എല്ലാ പെണ്ണുങ്ങളും ഗർഭിണിയാവും, പക്ഷെ എല്ലാ പെണ്ണുങ്ങളും പ്രസവിക്കണമെന്നില്ല. അപ്പോ ഞാൻ എന്റെ കുഞ്ഞെ പ്രസവിക്കുന്നതല്ലേ മഞ്ജു ചേച്ചി പറഞ്ഞത്. ചിലപ്പോ അങ്ങനെ സംഭവിക്കോടി. ചിലപ്പോ നിന്റെ കുഞ്ഞിനെ പ്രസവിക്കാൻ നിനക്ക് പറ്റിയില്ലെങ്കിലോ? അതൊക്കെ നിന്റെ കയ്യിലല്ലല്ലോ, ദൈവത്തിന്റെ കയ്യിലല്ലേ. നിന്റെയൊക്കെ അഹങ്കാരത്തിനും നിന്റെ വീട്ടുകാരുടെ അഹങ്കാരത്തിന് ചിലപ്പോ പ്രസവിക്കാതെ ഇരിക്കും എന്നൊക്കെ പറഞ്ഞിട്ട് മഞ്ജുമ അങ്ങനെ ഇങ്ങനെ നിൽക്കുമ്പോഴേക്കും ഇഷിത പൊട്ടിക്കരയാട്ടോ. എന്നിട്ട് പെണ്ണ് ഇറങ്ങിപ്പോ നിങ്ങൾ എന്റെ റൂമിൽ നിന്ന് എന്ന് പറയുമ്പോ ആ ശബ്ദം കേട്ട് രാമനാഥൻ അവിടെ നിന്ന് ഓടി വരുന്നുണ്ട് കേട്ടോ. എന്താ മോളെ എന്ത് പറ്റിയെന്ന് പറയുമ്പോഴേക്കും എന്താ മോളെ എന്ത് പറ്റിയെന്ന് ഇഷിതടുത്ത് ചോദിക്കുകയാണ്. അച്ഛാ, ഇവരുടെ എന്റെ റൂമിൽ നിന്ന് ഇറങ്ങി പോവാൻ പറ. ഇവരെന്താ പറഞ്ഞതെന്ന് അറിയാവോ? എന്താ മോളെ എന്താ ഇവള് പറഞ്ഞത്? എടി അലവലാതി, നീ എന്താണ് എന്റെ ഇഷിതടുത്ത് പറഞ്ഞത്? ഞാനൊന്നും പറഞ്ഞില്ല. ഇവള് പറഞ്ഞു, ഇവരെന്നോട് പറയാണേ ഗർഭിണിയാവുന്ന എല്ലാ പെണ്ണുങ്ങളും പ്രസവിക്കില്ലല്ലോ എന്ന്. എടി അസത്തെ, നീ അങ്ങനെ പറഞ്ഞു. അത് ഇവിടെ അടിക്കാൻ മുമ്പേക്ക് തൊട്ടുപോരുത് അച്ഛൻ എന്നാ. ഇവള് പറഞ്ഞതിന് അഹങ്കാരത്തിന് മറുപടി കൊടുത്തത് ഞാൻ. ഇവള് പറഞ്ഞത് ഞാൻ പറഞ്ഞത് മാത്രമല്ല ഇവള് പറയുന്നുള്ളൂ. ഇവളെന്താ എന്നെ പറഞ്ഞതെന്ന് അച്ഛൻ കേട്ടില്ലല്ലോ. അച്ഛൻ പറയാമെന്നിരിക്കുന്നു. മാറി നിക്കവിടുന്ന് എന്ന് പറഞ്ഞിട്ട് മഞ്ജു അവിടുന്ന് പോവാണ്. ഇഷിതെടുത്ത് നമ്മുടെ രാമനാഥൻ പറയണ്ട, മോള് വിഷമിക്കണ്ട കേട്ടോ. അവളുടെ നാക്ക് അങ്ങനത്തെ നാക്ക. അതൊന്നും കേട്ട് മോള് പേടിക്കണ്ട. അതൊന്നും കൊണ്ട് ഒന്നും സംഭവിക്കാൻ പോണില്ല. അച്ഛാ, ഇതിന്റെ പേര് മഞ്ജുമിച്ചെടുത്ത് സംസാരിക്കേണ്ട. ഇനി മഞ്ജുമിച്ച ശാപവാക്കുകൾ എന്റെ മേളിൽ ഇടും. എനിക്ക് പേടിയാച്ചാ. മോളെ നീ ഇങ്ങനെ പേടിച്ചാലോ? അവള് ശപിച്ചപ്പോ എന്താവാൻ പോവാ? പിന്നെ അവളെ നല്ല പുണ്യ സ്ത്രീയാണല്ലോ മോളെ. അതൊന്നും വിചാരിക്കേണ്ട നീ. അവളുടെ സ്വഭാവം അറിയാലോ. ആര് നന്നത് അവൾക്ക് പിടിക്കില്ല. അവൾക്ക് കിട്ടാത്ത സൗഭാഗ്യം മോൾക്ക് കിട്ടിയതിന്റെ അഹങ്കാരം അവൾക്ക്, അവളുടെ അസൂയ അവൾക്ക്. മോൾ അതൊന്നും കേട്ട് വിഷമിക്കണ്ട കേട്ടോ. ഞാനേ മോള് സമാധാനത്തോടെ ഇരിക്കുക എന്ന് പറയുമ്പോഴേക്കും അച്ഛൻ പുറത്തേക്ക് പോകാൻ സമാധാനത്തോടെ ഒന്ന് ഇരിക്കട്ടെ, എനിക്കെന്ത് വല്ലാത്ത ബുദ്ധിമുട്ട് പോലെ തോന്നണം. ശരി മോളെ, മോൾ റെസ്റ്റ് ചെയ്, ഞാൻ കുറച്ച് കഴിഞ്ഞിട്ട് വരാം എന്ന് പറഞ്ഞിട്ട് നമ്മുടെ രാമൻ പുറത്തേക്ക് പോവാട്ടോ. ആ സമയത്ത് മഞ്ജുമയാണെന്നുണ്ടെങ്കിൽ സ്വപ്നം വലുത് പറയണ്ട്. അവളുടെ ഒരു അഹങ്കാരം എന്നൊക്കെ പറഞ്ഞിട്ട് ഇന്ന് സംസാരിക്കുകയാണ്. ആ സമയത്ത് എനിക്ക് വേണ്ടി ചോദിക്കാൻ ഇവിടെ ആരും ഇല്ലല്ലോ, ഞാൻ ചത്താലെന്താ ജീവിച്ചാലെന്താ എന്ന് മഞ്ജു പറയുമ്പോ സ്വപ്നം വലി പറയണ്ട. അതെ, അത് നിനക്കറിയാലോ, ഇവിടെ നിനക്ക് ഒരു വിലയില്ല. അമ്മ തന്നെ ഇങ്ങനെ പറയണോ അമ്മേ? നിന്റെ സംസാരത്തിലേക്ക് ഞാൻ മുമ്പ് കൂട്ടുപിടിക്കണ്ടായിരുന്നു, പക്ഷെ ഇനി കൂട്ടുപിടിക്കാൻ പറ്റില്ല കേട്ടല്ലോ. നീ ഇവിടുന്ന് പോവാൻ നോക്കി മഞ്ജുമേ, വേറെ പണിയൊന്നും ഇല്ല നിനക്ക്. നീയെ മര്യാദക്ക് നോക്കിയും കണ്ടുപിടിക്കുന്ന നിനക്ക് കൊള്ളാം. അപ്പൊ അമ്മക്ക് സ്വന്തം മകളെക്കാളും വലുത് മരുമകളാണല്ലേ? അതേടി, അവളെ ഈ വീട്ടിൽ ജീവിക്കേണ്ടതാ. നിന്നെ കെട്ടിച്ചു വിട്ടതല്ലേ, നീ ജീവിക്കേണ്ടതേ ആ വീട്ടിലാ. എടി, ഞാനൊരു വീട്ടിലെ മരുമകളായിരുന്നു. ഒരു വീട് നന്നായിട്ട് നോക്കാനാണ് മരുമകൾ നോക്കേണ്ടത്, അല്ലാതെ ഇതുപോലെ രണ്ട് എല്ലാവരും ചിന്ന ബെന്നും ആക്കാൻ വേണ്ടിട്ടല്ല. മനസ്സിലായോടി എന്നൊക്കെ പറയാണ് സ്വപ്നവലി. അത് കേട്ടുകൊണ്ട് രാമൻ അങ്ങോട്ടേക്ക് വരുന്നുണ്ട്. മഞ്ജുമ എന്ന് പറയും, മഞ്ജുമയ്ക്ക് ഇതിനെ മറുപടി കൊടുക്കേണ്ടത് ഇങ്ങനെയല്ല സ്വപ്നം. ഇനി അച്ഛൻ തന്നെ തുടങ്ങിക്കോ, അമ്മയുടെ വക ഇപ്പൊ കഴിഞ്ഞേ ഉള്ളൂ. ഇനിയിപ്പൊ ഞാനായിട്ടൊന്നും പറഞ്ഞില്ല, സ്വപ്നം പറയേണ്ട മറുപടിയൊക്കെ നിന്നോട് പറഞ്ഞല്ലോ. ഇവളെന്താ ഇപ്പൊ പറഞ്ഞേന്ന് അറിയാവോ നമ്മുടെ ഇഷിതെടുത്ത്? അപ്പോഴേക്കും മഞ്ജുമ അവിടുന്ന് വേഗം പോകുവാട്ടോ. എന്താ അവള് ഇഷിതെടുത്ത് പറഞ്ഞത് രാമ? ഗർഭിണിയാവണ എല്ലാ പെണ്ണുങ്ങളും പ്രസവിക്കില്ലെന്ന്. വൃത്തികെട്ടവള്, അവൾ അങ്ങനെ പറഞ്ഞോ? അവളെ ഞാനിന്ന് കൊല്ലും. വേണ്ട, ഇനിയിപ്പൊ ഒന്നും പറയണ്ട. നോക്ക്, ഇഷിത ആകെ വിഷമിച്ചിരിക്കുകയാണ്. അവൾ ആകെ മനസ്സ് തകർന്നിരിക്കുകയാണ്. ഒരു ദിവാസ്വപ്നം കണ്ട് കുഞ്ഞു പിള്ളേര് പൊട്ടിക്കരയില്ലേ, ആ ഒരു ഇതില അവളിപ്പോ നിൽക്കുന്നത്. അവളുടെ മുഖത്ത് ആദ്യമായിട്ടാ ഞാൻ ഇങ്ങനത്തെ ഒരു ഭയം കാണുന്നത്. സ്വപ്നോല് പറയണ്ടേ, എങ്ങനെ ഭയപ്പെടാതെ ഇരിക്കും രാമ? ഗർഭിണികളാവുമ്പോ എല്ലാ സ്ത്രീകളും എത്ര ധൈര്യം ഉണ്ടെന്ന് പറഞ്ഞാലും എല്ലാ സ്ത്രീകളും വളരെ പാവമായി പോകും, മനസ്സിനെ കട്ടിയില്ലാത്തവരായി പോകും. സ്വന്തം കുഞ്ഞിന്റെ കാര്യത്തിലാവുമ്പോ പ്രത്യേകിച്ച് അവൾക്കും അങ്ങനെയൊക്കെ ആയി തുടങ്ങി. അതുകൊണ്ടിട്ടാണ് എന്ന് പറയുമ്പോഴേക്കും മുമ്പത്തെ ഇഷ്ടമില്ലല്ലോ ഇപ്പൊ, അതുകൊണ്ട് അതിന്റെ മാറ്റം അവൾക്ക് ഉണ്ടാവും. പാവം, അവളുടെ മനസ്സ് എന്തുമാത്രം നൊന്ത് കാണും. ഞാൻ അവളത്തൊന്ന് സംസാരിക്കട്ടെ? വേണ്ട സ്വപ്നം, ഇപ്പൊ പോകണ്ട. അവൾ ആകെ മനസ്സ് വേദനിച്ചിരിക്കുക. എനിക്ക് സ്വപ്നത്തിനടുത്ത് ഒരു കാര്യം പറയാനുള്ളൂ. അവളുടെ മനസ്സിന് ബലം കൊടുക്കേണ്ടത് നമ്മളാണ്. അല്ലെങ്കിൽ അവളുടെ സ്വന്തം വീട്ടിൽ പോയി നിൽക്കേണ്ടി വരും. അയ്യോ രാമ, ഞാൻ അവളെ വിടില്ല, എവിടേക്കും വിടില്ല, ഞാൻ നോക്കിക്കോളാം എന്റെ മോളെ എന്ന് പറയാണ്. അതെ, അങ്ങനെ നോക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ നന്നായിട്ട് അവളെ നോക്കണം. അതിന് മഞ്ജുവിനോട് പറഞ്ഞു വിട്ടേ പറ്റൂ രാമ. അവൾ ഇവിടുന്ന് പോവില്ലല്ലോ, ഇവിടെ അടിച്ചു തൂങ്ങിയിരിക്കല്ലേ. നീ നന്നായിട്ട് ശ്രദ്ധിക്കണം. മഞ്ജു അങ്ങനെ പറഞ്ഞ സ്ഥിതിക്ക് അവൾ എന്തെങ്കിലും ചെയ്യുമോന്ന്
പോലും എനിക്ക് പേടിയുണ്ട് എന്ന് രാമനാഥൻ പറയുമ്പോ ശരിയാ രാമൻ പറഞ്ഞത്, അവൾ അതിനും മടിക്കില്ല എന്നൊക്കെ പറയുമ്പോ ഇതൊക്കെ മഞ്ജും ഇങ്ങനെ ഒളിഞ്ഞിങ്ങനെ കേട്ടോണ്ടിരിക്കുക കേട്ടോ. സ്വപ്നവല്ലിയാണെങ്കിൽ രാമനാഥനോട് പറയണ്ട്, പാവ ഇഷിത, അവള് വേദനിക്കുന്നുണ്ടാവും, വിഷമിക്കുന്നുണ്ടാകും. എനിക്ക് അവളുടെ വിഷമം മാറ്റാൻ ഒരു സൂത്രം എന്റെ കയ്യിലുണ്ട്. ഞാൻ ഇതുവരെ അമൂല്യമായിട്ട് സൂക്ഷിച്ചു വെക്കണ ഒരു സമ്മാനം ഞാൻ അവൾക്ക് കൊടുക്കാൻ പോകുക. സ്വപ്നം, നീ നിന്റെ നല്ല മനസ്സാ, പുറത്തിങ്ങനെ പൊട്ടിത്തെറിക്കുന്നുണ്ടെങ്കിലും സ്വപ്നം മനസ്സിൽ ശരിക്കും പഞ്ചപാവമാണ്. ഈ പൊട്ടിത്തെറിക്കണ ദേഷ്യപ്പെടുന്നവരാണല്ലോ ശരിക്കും പഞ്ചപാവം എന്ന് പറയണത്. സ്വപ്നത്തിന്റെ പൂ പോലത്തെ മനസ്സാ, അത് ഈ രാമനാഥനെ മാത്രമേ അറിയുള്ളൂ എന്ന് പറഞ്ഞിട്ട് രാമനാഥൻ സ്വപ്നത്തിന്റെ കയ്യിൽ ഇങ്ങനെ പിടിക്കാട്ടോ. ഇതൊക്കെ കേട്ടും കണ്ടിട്ട് നമ്മുടെ മഞ്ജുമക്ക് ദേഷ്യം കൊണ്ടിട്ട് അവിടെ നിന്ന് വേഗം റൂമിലേക്ക് പോവാണ്. അവളുടെ കുഞ്ഞിനെ ഞാൻ തീർക്കുന്നുള്ള പേടിയ അച്ഛനും അമ്മക്കും. അതെ, അതിനും ചെയ്യാൻ മടിക്കില്ല ഈ മഞ്ജുമ എന്ന് മഞ്ജുമ ഇങ്ങനെ മനസ്സിൽ ഇങ്ങനെ പറയാണ്. അതിനുശേഷം ആ ഒരു ഭാഗത്തോടെ ഇന്നത്തെ എപ്പിസോഡ് തീരുന്ന കേട്ടോ. നാളത്തെ പ്രൊമോയിൽ കാണിക്കണ എന്താന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മുടെ സ്വപ്നവല്ലി ഇഷിതേനെയും അതുപോലെ തന്നെ പ്രിയാമണിനെയും മാഷിനെയും വീട്ടിലേക്ക് വിളിക്കുകയാണ്. എന്നിട്ട് അവരുടെ മുമ്പിൽ തന്നെ ഇഷിതേനെ കൊണ്ടുവന്ന് ഇരുത്തുന്നുണ്ട്, അതായത് അവിടെ ചെയറിൽ ഇരുത്താണ്. എന്നിട്ട് സ്വപ്നവല്ലി അകത്ത് പോയിട്ട് സ്വപ്നവല്ലിയുടെ പാരമ്പര്യമായിട്ട് കിട്ടിയ തഞ്ചാവൂരിന്റെ മാത്രം ഒരു പാരമ്പര്യമായിട്ടുള്ള ഒരു ആഭരണങ്ങളുണ്ട്. ആ ആഭരണങ്ങൾ സ്വപ്നവല്ലി കഴിഞ്ഞിട്ട് ഇതുവരെ ആർക്കും കൊടുത്തിട്ടില്ല. സ്വപ്നവല്ലി അത് തന്റെ പാരമ്പര്യമായി കിട്ടിയ ആഭരണങ്ങൾ ഇഷിതക്ക് കൈമാറാണ്. ഇഷിതയുടെ കഴുത്തിലും കയ്യിലൊക്കെ ആഭരണങ്ങൾ ഇട്ട് കൊടുക്കുകയാണ്. അത് കാണുമ്പോൾ പ്രിയാമണി പറഞ്ഞ, ആഹാ, സ്വപ്ന അപ്പൊ ഇവിടെ തഞ്ചാവൂരുകാരി ആക്കിയല്ലേ, പിന്നെ ആക്കാതെ ഇനി മുതൽ എന്റെ മോള് തഞ്ചാവൂരുകാരിയാണ് എന്നിങ്ങനെ പറയുമ്പോൾ ഇഷിതക്ക് സന്തോഷം കൊണ്ട് കണ്ണു നിറയാട്ടോ. അതായത് മഞ്ജുമ പറഞ്ഞ വിഷമമൊക്കെ ഇഷിതക്ക് പതുക്കെ പതുക്കെ മാറി വരുന്നുണ്ട്. സ്വപ്നവല്ലി അങ്ങനെ ഇഷിതനെ അത്ര പൊന്നുപോലെ സ്നേഹിക്കുന്ന ഭാഗങ്ങളാണ് കേട്ടോ കാണിച്ചത്. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കല്ലേ. മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം ഫ്രണ്ട്സ്. ടേക്ക് കെയർ, ബൈ ബൈ.